ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ്. അതായത് നമുക്കിപ്പം ഒരാളോട് എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് വാങ്ങി, എത്ര വില, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെയുള്ള സിമ്പിൾ സെൻറ്റൻസുകളാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ കയ്യിൽ നമ്മളൊരു പുതിയ ഫോണോ അല്ലെങ്കിൽ പുതിയ കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ഒരു വീട്, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, നീ പുതിയ കാറ് വാങ്ങിയോ? ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാറ് എടുക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നീ പുതിയ കാറ് വാങ്ങിയോ അല്ലേ. അല്ലെങ്കിൽ ഒരു ഫോണാണെങ്കിൽ നീ പുതിയ ഫോണ് വാങ്ങിയോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് കാറാണ്. അപ്പം നീ പുതിയ കാറ് വാങ്ങിയോ എന്ന് നമുക്കൊരാളോട് ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ വാങ്ങിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാറ് കാണുന്നു, അതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. സോ എങ്ങനെയാണ് ചോദിക്കുക? നമ്മളിവിടെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഡിഡാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഡിഡ് യു, വാങ്ങുക, ബൈ എന്നാണ്. അപ്പം ഡിഡ് യു ബൈ, എന്താ വാങ്ങിയത്? ഒരു കാറാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ബൈ എ ന്യൂ കാർ? ഡിഡ് യു ബൈ എ ന്യൂ കാർ? നീ പുതിയ കാറ് വാങ്ങിയോ? നെക്സ്റ്റ് നമ്മൾ എന്താ ചോദിക്കാറ്? ഇതിന് എത്ര വിലയുണ്ട് എന്ന് ചോദിക്കും അല്ലേ. നമുക്കൊക്കെ അതിൻ്റെ വില ഒന്ന് അറിയാനായിരിക്കും പിന്നെയുള്ള ഒരാവശ്യം. അപ്പോൾ ഇതിന് എത്ര വിലയുണ്ട് എന്നെങ്ങനെ ചോദിക്കുക? എന്തൊരു സാധനത്തിനും നമുക്ക് വില ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കുക? എത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഹൗ മച്ച് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില എന്നാണ്. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റിനും വില ചോദിക്കണമെങ്കിൽ നമ്മൾ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, ഇതിന് എന്ത് വിലയുണ്ട് അല്ലെങ്കിൽ ഇതിന് എത്ര വിലയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ്, അതൊരു പഴയ കാറ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിന്റെ പഴയ കാർ വിറ്റോ അല്ലേ. നിന്റെ പഴയ കാറ് വിറ്റോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ വിൽക്കുക എന്നുള്ളത് നമുക്കറിയാം. നിന്റെ പഴയ കാറ് വിറ്റോ എന്ന് ചോദിക്കുന്ന സമയത്ത് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക എന്നാണ്. അതിൻ്റെ പാസ്റ്റാണ് നമ്മളിവിടെ ചോദിക്കുന്നത് അല്ലെ. വിറ്റോ, വിറ്റതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത്. സോ എന്താ പറയുക? സോൾഡ് യുവർ ഓൾഡ് കാർ. സോൾഡ് യുവർ ഓൾഡ് കാർ, നിന്റെ പഴയ കാറ് വിറ്റോ. ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഇപ്പോൾ സൗദിയിലാണോ ജോലി ചെയ്യുന്നത്? നീ ഇപ്പോൾ, അതായത് ഈ ഒരു സമയത്ത് നീ സൗദിയിലാണോ ജോലി ചെയ്യുന്നത് അല്ലേ. കറൻലി നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, ഇപ്പോഴത്തെ കാര്യം ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? നീ ഇപ്പോൾ സൗദിയിലാണോ ജോലി ചെയ്യുന്നത് എന്നൊരാളോട് നമുക്ക് ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? ആയോ, നീ ആണോ കറൻലി വർക്കിംഗ് ഇൻ സൗദി അറേബ്യ? ഇവിടെ കറൻലി എന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ കറൻലി അല്ലേ, സ്ഥിരമല്ല, നമ്മൾ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കറൻലി എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ നൗ എന്നുള്ള യൂസ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ കറൻലി എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എങ്ങനെ പറയാം? ആർ യു കറൻലി വർക്കിംഗ് അല്ലേ. ആർ യു വന്നത് കൊണ്ട് തന്നെ നമ്മൾ വെർബ് ING ഫോമിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ആർ യു കറൻലി വർക്കിംഗ് ഇൻ സൗദി അറേബ്യ? നീ ഇപ്പോൾ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണോ? ക്ലിയർ. അവൻ എന്നാണ് എടുത്തിട്ടുള്ളത്. സോ ജോലി അല്ലേ. ഹി ജോലി ചെയ്യുന്നത്. അപ്പം ഹി വർക്ക്സ്, അവൻ നിൻ്റെ കൂടെയാണോ? ഈ കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് വിത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹി വർക്ക്സ് വിത്ത് യു. കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്ത് യൂസ് ചെയ്യുന്നത്. നിൻ്റെ കൂടെ. ഹി വർക്ക്സ് വിത്ത് യു, അവൻ നിൻ്റെ കൂടെയാണോ ജോലി ചെയ്യുന്നത്? ഇനി നമ്മൾ കുറച്ച് വലിയ സെൻറ്റൻസ് ആണ് പറയുന്നത്. നീ എന്നെ വിളിച്ചിരുന്നോ? ഞാൻ വീട്ടിലില്ലായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നീ എന്നെ വിളിച്ചിരുന്നോ? ഞാൻ വീട്ടിലില്ലായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? നീ എന്നെ വിളിച്ചോ അല്ല, അതെങ്കിൽ നമ്മൾ വിളിച്ചിരുന്നോ. ഇത് രണ്ടും സെയിം സെൻറ്റൻസ് ആണ്. നീ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ വിളിച്ചോ അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് യു കോൾ മീ? ഡിഡ് യു കോൾ മീ? നീ എന്നെ വിളിച്ചോ? ഞാൻ വീട്ടിലില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വാസിൻറ്റ് അറ്റ് ഹോം.
ഞാൻ വീട്ടിലില്ലായിരുന്നു. ഐ വാസിൻറ്റ് അറ്റ് ഹോം. ഞാൻ വീട്ടിലില്ലായിരുന്നു. പിന്നെ എവിടെയായിരുന്നു? ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അതെങ്ങനെയാ പറയുക? ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പം നമ്മൾ വലിയൊരു സെൻറ്റൻസ് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തു അല്ലേ? നീ എന്നെ വിളിച്ചോ, ഞാൻ വീട്ടിലില്ലായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞൂടെ? എങ്ങനെയാ പറയുക? നീ എന്നെ വിളിച്ചോ? ഡിഡ് യു കോൾ മീ? ഐ വാസിൻറ്റ് അറ്റ് ഹോം. ഞാൻ വീട്ടിലില്ലായിരുന്നു. പിന്നെ ഡിഡ് യു കോൾ മീ? ഐ വാസിൻറ്റ് അറ്റ് ഹോം. ഞാൻ വീട്ടിലില്ലായിരുന്നു. ഓക്കെ, ഇനി പറയാനുള്ളത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പം നീ ഒറ്റക്കാണോ ഹോസ്പിറ്റലിലേക്ക് പോയത്? നീ ഒറ്റയ്ക്കാണോ ഹോസ്പിറ്റലിലേക്ക് പോയത്? ഇതെങ്ങനെ ചോദിക്കുക? നീ ഒറ്റക്കാണോ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നീ പോയത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് യു ഗോ ടു ദ ഹോസ്പിറ്റൽ എലോൺ? ഡിഡ് യു ഗോ ടു ദ ഹോസ്പിറ്റൽ എലോൺ? നീ ഒറ്റയ്ക്കാണോ ഹോസ്പിറ്റലിലേക്ക് പോയത്? നെക്സ്റ്റ്, ഇവിടെ നിന്ന് 2 മണിക്ക് ഒരു ബസ്സുണ്ട്, ഞാൻ അതിലാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഇവിടെ നിന്ന് 2 മണിക്ക് ഒരു ബസ്സുണ്ട്, ഞാൻ അതിലാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നെങ്ങനെ പറയുക? ഇവിടെ നിന്ന് 2 മണിക്കൊരു ബസ്സുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? ഇവിടെ ബസ്സുണ്ട് എന്നാണ്. ഇവിടെ ഹാസോ ഹവോ എന്നല്ല യൂസ് ചെയ്യേണ്ടത്. ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാസോ ഹവോ അല്ല യൂസ് ചെയ്യേണ്ടത്, ദർ ഇസ് എന്നാണ് അല്ലേ? ബസ്സാണുള്ളത്. സോ ദർ ഇസ് എ ബസ്. ദർ ഇസ് എ ബസ്. ബസ് ഉണ്ട്. ദർ ഇസ് എ ബസ് ഫ്രം ഹിയർ. ഫ്രം ഹിയർ ഇവിടെ നിന്ന് 2 മണിക്ക് എന്നാണ്, കൃത്യസമയമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം there is a bus from here at 2 o'clock. ക്ലിയർ? at 2 o'clock. അതിനുശേഷം വേറൊരു സെൻറ്റൻസ് ആണ്, ഞാൻ അതിലാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ആൻഡ് ഒരു കൺജക്ഷൻ നമ്മൾ യൂസ് ചെയ്തു. ആൻഡ് ഐ വെൻറ്റ്. ഞാൻ പോയി എങ്ങോട്ട്? ടു ദ ഹോസ്പിറ്റൽ ബൈ ദാറ്റ്. ബൈ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ ദാറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. സോ ആൻഡ് ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ ബൈ ദാറ്റ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല സെൻറ്റൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു. നമ്മുടെ ഗ്രാമർ ക്ലാസ് കാണണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ശരി, താങ്ക് യു.